ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്കും രാമായണ മാസ ആശംസകൾ. ഇന്നേക്ക് കർക്കിടകം 1. രാമായണ പാരായണം അഭിഷ്ടസിദ്ധിക്ക്. മലയാള ഭാഷയുടെ ചിരസ്ഥായിയായ മഹത്വവും മലയാളികളുടെ മാർഗദർശനവുമാണ് തുഞ്ചത്താചാര്യൻ്റെ അധ്യാത്മ രാമായണം. ഉന്നതങ്ങളായ മനുഷ്യബന്ധങ്ങളെ തുറന്നു കാണിച്ച് വ്യതിചലിക്കാൻ പാടില്ലാത്ത മാനുഷിക മൂല്യങ്ങൾ പിന്തുടരാൻ ജനങ്ങളെ ഉപദേശിക്കുന്നു എന്നതാണ് രാമായണത്തിൻ്റെ മഹത്വം. ആദ്യകാവ്യമായ വാൽമീകി രാമായണത്തിലെ കഥാഭാഗങ്ങളെ പിന്തുടർന്ന് വേദവ്യാസ വിരചിതമായ അധ്യാത്മ രാമായണത്തിൻ്റെ ചുവട് പിടിച്ച് രചിച്ച തികച്ചും സ്വതന്ത്ര വ്യക്തിത്വമുള്ള കൃതിയാണ് എഴുത്തച്ഛൻ്റെ രാമായണം. രാമായണ കർത്താവിലും അതിൻ്റെ രചനയിലും പാരായണത്തിലും അമാനുഷികമായ ഒരു ശക്തി കാണാം. ഹൂ എന്ന ഗന്ധർവൻ്റെ മനുഷ്യജന്മമാണ് സിദ്ധപുരുഷനായ തുഞ്ചത്താചാര്യനെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. മനുഷ്യ നന്മയ്ക്കും അവൻ്റെ ആത്മസാക്ഷാത്കാരത്തിനും ഉതകുന്ന രാമായണം സരസമധുരമായി പറയുന്നതോ ഒരു പൈങ്കിളിപ്പെണ്ണും. അത് പാരായണം ചെയ്യുന്ന മനുഷ്യന് സർവ്വവിധ ദുഃഖങ്ങളും അകന്ന് പരമാത്മപദപ്രാപ്തി ലഭിക്കുന്നു. യാതൊന്നിൽ നിന്നാണോ ഐതിഹാസികവും പാരത്രികവുമായ എല്ലാ സുഖവും ലഭിക്കുന്നത്, അതാണ് ധർമ്മമെന്ന് ദാർശനികൾ പറയുന്നു. രാമായണ പാരായണം കൊണ്ട് ലഭിക്കുന്നതും അതുതന്നെ. രാമ എന്ന പദം മാത്രം ഉച്ചരിക്കുന്ന ഒരാൾക്ക് മോക്ഷം ലഭിക്കും എന്ന് ശ്രീ പാർവതിയോട് ശ്രീ പരമേശ്വരൻ അരുളി ചെയ്യുന്നു. രാമമയമായ ആ രാമായണ പ്രതിദിനം ഭക്ത്യാദര പുരസ്സരം പാരായണം ചെയ്യുന്ന ഒരാൾക്ക് സർവാഭീഷ്ടവും ലഭിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ? തലമുറകളായി കേരളീയ ജീവിതത്തെ ധന്യമാക്കി തീർത്ത രാമായണ പാരായണ പാരമ്പര്യത്തെ രാമായണ മാസാചരണത്തോടെ അടുത്ത കാലത്ത് പുനരുദ്ധരിക്കാൻ തുടങ്ങിയത് ഏതായാലും ശുഭോർക്കമാണ്. കർക്കിടക മാസമാണ് രാമായണ പാരായണത്തിന് പാരമ്പര്യമായി കേരളീയർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. മിഥുന മാസത്തിലെ ദാരിദ്ര്യത്തിൽ നിന്ന് വിമുക്തരായി മഴ കാരണം വീട്ടിൽ തന്നെ തങ്ങേണ്ടി വരുന്ന കർക്കിടക മാസം കേരളീയർ രാമായണ പാരായണത്തിന് തിരഞ്ഞെടുത്തത് സമുചിതം തന്നെ. ദക്ഷിണായനത്തിന് തുടക്കം കുറിക്കുന്ന കർക്കിടക രാത്രികളിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് രാമായണ പാരായണത്തിൽ മുഴുകുമ്പോൾ രാമകഥയിലെ ഉത്കൃഷ്ടമായ മാനുഷിക ബന്ധങ്ങൾ മാനവരാശിയുടെ സൗഹൃദബന്ധമാക്കാൻ കഴിയുമാറ് അർത്ഥചിന്ത ചെയ്ത് പഠിക്കുവാൻ അവസരം ലഭിക്കുകയാണ്. കേരളീയ ഭവനങ്ങളിൽ രാമായണ പാരായണം നിത്യാനുഷ്ഠാനങ്ങളിൽ ഒന്നാണ്. ഒരു കാലത്ത് രാവിലെയോ സന്ധ്യയ്ക്കോ രാമായണം വായിക്കാത്ത കേരളീയ ഭവനങ്ങൾ ഉണ്ടായിരുന്നില്ല. ചെറിയവരും വലിയവരും എന്ന ഭേദമില്ലാതെ അക്ഷരശുദ്ധിയോടെ രാമായണം വായിച്ച് സരസമായും സഭ്യമായും സംസാരിക്കാൻ കേരളീയർ പഠിച്ചതും അക്ഷരശുദ്ധി കൈവരിച്ചതും രാമായണ പാരായണം കൊണ്ടാണ്. മാതൃഭാഷാ സംസ്കാരം നഷ്ടപ്പെട്ടുവെന്ന് വിലപിക്കുന്ന ഇംഗ്ലീഷ് മാധ്യമക്കാരനായ ആധുനിക മലയാളിക്ക് രാമായണ പാരായണം ഒന്നുകൊണ്ട് മാത്രം മലയാള പാരമ്പര്യം കാത്തുരക്ഷിക്കാൻ കഴിയും. അത്രയ്ക്കുണ്ട് രാമായണ മഹാത്മ്യം. രാമായണം വായിക്കുന്ന കാര്യത്തിലുമുണ്ട് ചിട്ടകൾ. രാമായണം വായിക്കുമ്പോൾ കുളിച്ച് ശുദ്ധി വരുത്തി ശുഭ്രവസ്ത്രം ധരിച്ചിരിക്കണം. ഭസ്മമോ ചന്ദനമോ ചാർത്തി കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമായി ഇരുന്ന് വേണം വായിക്കുവാൻ. ഇരിക്കാൻ ആവണിപ്പലകയാണ് പണ്ടുള്ള കേരളീയർ ഉപയോഗിച്ചിരുന്നത്. പുലിത്തോലോ മാൻതോലോ ആണെങ്കിൽ അത് ശ്രേഷ്ഠമായി കരുതിയിരുന്നു. നിലവിളക്ക് കൊളുത്തിവെച്ച് ഹനുമാൻ സങ്കല്പത്തോടെ പീഠം ഒരുക്കി നിവേദ്യവും വെച്ച് പുസ്തകപ്പലകയിൽ രാമായണം പകുത്തു വായിക്കാനിരിക്കുമ്പോൾ അഭിഷ്ടസിദ്ധിക്കു വേണ്ടിയുള്ള ഈ പാരായണത്തിൻ്റെ മഹത്വം സ്വയം അനുഭവപ്പെടുന്നു. മാസത്തൊരിക്കൽ ഗ്രാമങ്ങൾ തോറും സൂര്യോദയം മുതൽ അസ്തമയം വരെ രാമായണ പാരായണവും അതിൻ്റെ വ്യാഖ്യാനവും നടത്തുന്ന പതിവ് ഇന്നും ചിലയിടങ്ങളിലുണ്ട്.
പാരായണം കേൾക്കാൻ സമീപ ഭവനങ്ങളിൽ നിന്ന് ആളുകൾ വന്നു ചേരുന്നു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പാരായണ സപ്താഹങ്ങളും നാട്ടിൽ നടപ്പുണ്ട്. അതിന് വന്നു ചേരുന്ന ഭക്തജനങ്ങളും കുളിച്ച് ശുദ്ധരായി രാമായണ ലീലാമനസ്കരായി കഴിയുന്നു. അഭീഷ്ടസിദ്ധിക്ക് വേണ്ടി രാമായണം വായിക്കുന്നതും രാമായണം പകുത്തു ഭാവി ഫലം നിശ്ചയിക്കുന്നതും കേരളത്തിൽ പതിവാണ്. ഓരോ അഭീഷ്ടം സാധിക്കുന്നതിന് വായിക്കേണ്ട ഭാഗങ്ങളും അതിൻ്റെ സങ്കല്പവും പ്രത്യേകം പറയുന്നുണ്ട്. സ്വന്തം ഗോത്രവും പേരും സ്ഥലകാലങ്ങളും പറഞ്ഞ് എന്തു സാധിക്കുന്നതിനാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് വേണം വായന തുടങ്ങാൻ. ആദ്യമായി രാമായണകർത്താവായ വാൽമീകി മഹർഷിയെ സങ്കല്പിച്ച് ശ്രീ വാൽമീകി മഹർഷിയെ നമഃ എന്നും, തുടർന്ന് രാമഭക്തനായ ഹനുമൽ സ്വാമിയെ സ്മരിച്ചുകൊണ്ട് ശ്രീ ആഞ്ജനേയായ നമഃ എന്നും ജപിക്കണം. പിന്നെ ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീ രാമചന്ദ്ര സ്വാമിയെ നമഃ എന്ന് 108 പ്രാവശ്യം ജപിക്കണം. തുടർന്ന് ആഗ്രഹ സാഫല്യത്തിന് വായിക്കുമ്പോൾ ബാലകാന്ഡം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ എന്ന് തുടങ്ങി ഉമാമഹേശ്വര സംവാദത്തിന് മുമ്പുള്ള ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യ വേദ്യാനാം സീതാപതി ശ്രീപദം വന്ദിക്കുന്നേൻ എന്നുവരെ വായിക്കണം. ഇനി ഓരോ അഭിഷ്ടസിദ്ധിക്കും വായിക്കേണ്ട ഭാഗങ്ങൾ നോക്കാം. വിവാഹം, ദാമ്പത്യം, സൗഖ്യം ഇവയ്ക്ക് ബാലകാണ്ഡത്തിലെ സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾ കുറുനിങ്കൽ പ്രീതി വർദ്ധിച്ചു ജനകനും എന്നു തുടങ്ങി ഹോമവും കഴിച്ചു തൻ പുത്രിയാം വൈദേഹിയെ രാമനു നൽകിയിടിനാൻ ജനക മഹീന്ദ്രനും എന്നതുവരെ നിത്യവും രാവിലെ വായിക്കണം. ഇനി സന്താനലബ്ധിക്ക് ബാലകാണ്ഡത്തിലെ പുത്രകാമോഷ്ടി എന്ന ഭാഗത്ത് തന്നെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ എന്നു തുടങ്ങി ഗർഭവും പൂർണ്ണമായി ചമഞ്ഞതു കാലമർഭകന്മാരും നാൽകവർ പിറന്നാരുനുടൻ എന്നുവരെ വായിക്കണം. ഇനി സുഖപ്രസവത്തിന് ഉച്ചത്തിങ്കൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായ എന്ന് തുടങ്ങി കൗസല്യാസ്തുതിയുടെ ആദ്യ ഭാഗമായ നമസ്തേ നാരായണ നമസ്തേ നരകാരേ നമസ്തേശ്വര ശൗരേ നമസ്തേ ജഗത്പദേ എന്നുവരെ വായിക്കണം. ഇനി പരീക്ഷകളിൽ വിജയിക്കാൻ ബാലകാണ്ഡത്തിലെ ഭാർഗവദർപ്പശമനം എന്ന ഭാഗത്തിലെ ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമനിദ്രഭുവനത്തിങ്കൽ എന്നു തുടങ്ങി ശ്രീരാമ ദശരഥ നന്ദന ഋഷികേശ ശ്രീരാമ രാമ രാമ കൗസല്യാത്മജ ഹരേ എന്നുവരെ വായിക്കാം. ആപത്ത് ഒഴിവാക്കാൻ വിഭീഷണൻ ശ്രീരാമനെ ശരണം പ്രാപിക്കുന്ന ഭാഗം രാമ രമ രമണ ത്രിലോകീപതേ സ്വാമി ജയ ജയ എന്നു തുടങ്ങിയ സ്തുതി മുതൽ മുക്തിപ്രയായ മുകുന്ദായ തേ നമഃ എന്നുവരെ ഒരു മാസമെങ്കിലും മുടങ്ങാതെ വായിക്കണം. ഇനി വേർപിരിഞ്ഞവരെ ഒത്തുചേർക്കാൻ ഹനുമത് സീത സംവാദ ഭാഗത്തിൽ ജഗതമലനയന രവിഗോത്രേ ദശരഥൻ ജാതനായനവൻ തന്നെ പുത്രരായി എന്ന ഹനുമത് വാക്യം മുതൽ ഇതി മധുരതര മനില തനയനൂർ ചെയ്തുടൻ ഇന്ദിരാദേവിതൻ കയ്യിൽ നൽകിയിടിന എന്നുവരെ വായിക്കുക. ഇനി ഉദ്യോഗ കയറ്റത്തിനും മറ്റും ലക്ഷ്മണോപദേശത്തിൽ സീത ശ്രീരാമനെ അനുഗമിക്കുന്നതിനുള്ള യുക്തികൾ അവതരിപ്പിക്കുന്ന മാതൃവചനം ശിരസി ധരിച്ചുകൊണ്ടാദരവോടും തൊഴുതു സൗമിത്രിയും തന്നെ ചാപശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തികെ നിന്നു വണങ്ങിനാൻ എന്ന വരികൾ ഒരു വട്ടം വായിക്കുക. അതിനുശേഷം യാത്രാദാനം എന്ന ഭാഗത്തിലെ വസ്ത്രാഭരണങ്ങൾ പശുക്കളമർത്ഥമവധിയില്ലാതോളമാതരാൾ എന്നതു മുതൽ ജാനകീദേവിയും അമ്പോടരന്തതികാനന്ദം ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ എന്ന വരികൾ വരെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും വായിക്കുക. ഇനി കുട്ടികൾ വഴി തെറ്റാതിരിക്കാൻ
അയോധ്യാകാന്ഡത്തിലെ ശ്രീ പാർവതി പരമേശ്വരനോട് ശ്രീരാമനെ സ്തുതിച്ചു പറയുന്ന നാരായണൻ നളിനായതലോചനൻ നാരീജന മനോമോഹനൻ മാധവൻ എന്നതു മുതൽ തൃപ്തി വരാ മമ വേണ്ടീല മുക്തിയും എന്നതുവരെ വായിക്കുക. ദുസ്വപ്നം കാണാതിരിക്കാൻ സുന്ദരകാന്ഡത്തിൽ രാവണന്റെ ഇച്ഛാഭംഗം എന്ന ഭാഗത്തിലെ ശൃണുവചനമിതു മമ നിശാചര സ്ത്രീകളെ എന്നു തുടങ്ങി കാത്തുകൊള്ളേണമിവളെ നിരാമയം എന്നുവരെ ചൊല്ലണം. ഏറ്റെടുക്കുന്ന ജോലി തൃപ്തികരമായി ചെയ്തു തീർക്കാൻ അയോധ്യാകാന്ഡത്തിലെ ശ്രീരാമൻ കൗസല്യയോട് പറയുന്ന ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം എന്ന വരികൾ മുതൽ എൻ മകൻ ആശു നടക്കുന്ന നേരം കന്മഷം തീർന്നിരുന്നിടുന്ന നേരവും നന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുക നിങ്ങൾ എന്നുവരെ ചൊല്ലണം. ഇനി പാപങ്ങൾ പോക്കുന്നതിന് സുന്ദരകാന്ഡത്തിൽ ഹനുമാൻ സീതാദേവിക്ക് ചൂടാമണി നൽകി അടയാളവാക്യം പറയുന്ന കാകാസൂര വൃത്താന്തത്തിൽ ചിരമമിത സുഖമോടൊരു തപസി ബഹുനിഷ്ഠയാ ചിത്രകൂടാചലത്തിങ്കൽ വാഴും വിധോ എന്നു മുതൽ അപരമൊരു ശരണമിഹ നഹി നഹി നമോസ്തുതേ ആനന്ദമൂർത്തി ശരണം നമോസ്തുതേ എന്നുവരെ വായിക്കണം. ഇനി മോക്ഷലബ്ധിക്ക് ആരണ്യകാന്ഡത്തിലെ ജടായുവിൻ്റെ സദ്ഗതി വായിക്കുക. പൂർണ്ണമായും വായിക്കണം. മാറാരോഗങ്ങൾ എന്ന് വിധിക്കപ്പെട്ട അപസ്മാരം, കുഷ്ഠം, കാസശ്വാസാദി രോഗങ്ങൾ ഇവ മാറിക്കിട്ടുവാൻ രാവിലെ തേനും വൈകുന്നേരം പാലും നിവേദ്യമായി അർപ്പിച്ച് യുദ്ധകാന്ഡത്തിലുള്ള രാമ-രാവണ യുദ്ധഭാഗത്തിലെ യുദ്ധം പറഞ്ഞു യുദ്ധത്തിനൊരുമ്പെട്ടു ബന്ധമോദം പുറപ്പെട്ടിതു രാവണൻ എന്ന് മുതൽ അഗസ്ത്യാഗമനവും അഗസ്ത്യസ്തുതിയും കഴിഞ്ഞ് രാവണവധം തുടങ്ങുന്ന ഭാഗത്തുള്ള രാത്രിജരൻ്റെ കൊടിമരം ഖണ്ഡിച്ചു ധാത്രിയിലിട്ടു ദശരഥപുത്രനും എന്നുവരെ ചൊല്ലണം. ഇനി ഭൂതപ്രേതാദികളുടെ ഉപദ്രവം, അകാരണ ഭയം ഇവ ഒഴിവാക്കാൻ സുന്ദരകാന്ഡത്തിലെ ലങ്കാമർദ്ദനം മുതൽ ലങ്കാദഹനം വരെയുള്ള ഭാഗങ്ങൾ നിത്യവും സന്ധ്യയ്ക്ക് പാരായണം ചെയ്താൽ ഭൂതപ്രേതാദികളുടെ ഉപദ്രവവും അകാരണ ഭയവും ഒഴിവായി സുഖവും ശാന്തിയും ലഭിക്കും. സർവരോഗസംഹാരകവും സർവാഭീഷ്ടപ്രദവുമായ ഒന്ന് ഏതൊന്ന് ചോദിച്ചാൽ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി നിത്യം രാമായണം വായിക്കുകയാണ് എന്ന് ഉത്തരം പറയാം. ഇതോടെ ഇത് അവസാനിച്ചു. ശ്രീ MK അവർകൾ എഴുതിയത് ഞാൻ നിങ്ങൾക്ക് പകർന്നു നൽകിയെന്ന് മാത്രം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ ഓം.